ICC T20 വേൾഡ് കപ്പ് 2026 ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാനായിട്ട് ധാരണയായിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിന് പാകിസ്ഥാൻ ഒരു രീതിയിൽ സമ്മതിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ ICC ഇടപെട്ട് അതിനുശേഷമുള്ള ചർച്ചകൾക്കൊടുവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇന്ത്യയുമായി കളിക്കാമെന്ന് ധാരണയായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും വിഷമിക്കുന്ന ഒരു ടീം ബംഗ്ലാദേശാണ്. പാകിസ്ഥാന്റെ തീരുമാനത്തിൽ ആദ്യം സന്തോഷത്തോടുകൂടി ഇരുന്ന ടീമാണ് ബംഗ്ലാദേശ്. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവർക്ക് വിലക്കാണ്, കളിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാകിസ്ഥാനോട് ഇല്ല എന്നുള്ളൊരു ഇതിൽ അവരും ഒരു സന്തോഷം, അല്ലെങ്കിൽ അവർക്കും അങ്ങനെ പാകിസ്ഥാൻ ഇല്ലല്ലോ എന്നൊരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ കളിക്കും എന്നുള്ളൊരു കാര്യം വന്നത്. എന്തായാലും 27-ാം തീയതി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാം. വീറും വാശിയുള്ള ഇന്ത്യ പാക് മത്സരങ്ങൾക്ക് വീണ്ടും ഒരു വേദിയാവുകയാണ് ഈ ലോകകപ്പ്. അപ്പോൾ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഒരു കളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് USA പാകിസ്ഥാൻ ഒരു മാച്ച് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്ത് 190 റൺസ് അടിച്ചു. അതിനുശേഷം USA ബാറ്റിങ് കണ്ടു. USA ബാറ്റിംഗ് കുഴപ്പമില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു എഫേർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 158 റൺസ് വരെ അവർ അടിച്ചെടുത്തു. നല്ല ഒരു ഫൈറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ USA പോലത്തെ ഒരു ടീം നമുക്ക് അങ്ങ് എത്തിപ്പെടാൻ പറ്റിയില്ല, 190 കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു സമയത്ത് അവരുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഓർത്തു മിക്കവാറും ഇത് കവർ ചെയ്യുമായിരിക്കും, ഓപ്പണിംഗ് കൊള്ളായിരുന്നു. എന്തായാലും പക്ഷെ പോകെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിക്കറ്റുകൾ വീണ് അതിന്റെ ഫ്ലോ അങ്ങ് കുറഞ്ഞു. എങ്കിലും അവരെ സംബന്ധിച്ച് നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ അക്കളി ജയിക്കുകയും ചെയ്തു. എന്തായാലും ഇനി വരും ദിവസങ്ങളിലുള്ള ഓരോ കളികളും നിർണായകമാണ് USA. കാരണം ഇന്ത്യയുമായും തോറ്റു, ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് തോറ്റു. നമ്മൾ പറഞ്ഞു വരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി കാണാനായിട്ട് വീറും വാശിയുള്ള മത്സരങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യ നമീബിയ മത്സരം വരുന്നുണ്ട്. താരതമ്യേന എന്താ പറയുന്നത്, ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ അത്ര കരുത്തുറ്റ ഒരു ടീമല്ല നമീബിയ. എങ്കിലും കുഞ്ഞൻ ടീമന്മാരെ നമുക്ക് വെറുതെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളെ കഴിഞ്ഞ കളികളിലൊക്കെ അതാണല്ലോ കണ്ടത്. അപ്പോൾ എന്തായാലും ഒരു ഇന്ത്യ നമീബിയ മാച്ച് വരുന്നുണ്ട്. അതിൽ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഒരു അവസരം കിട്ടുമെന്നൊക്കെ ചർച്ചകളുണ്ട്. പക്ഷെ അത് എത്രമാത്രം സാധ്യമാകുമെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ കളിയുടെ ഓരോരോ ദിവസങ്ങളും ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ വന്നു മാറി മാറി ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കളിയിൽ നിന്ന് ഇന്ത്യയുമായിട്ടുള്ള കളിയില്ല എന്ന് പറഞ്ഞിരുന്ന പാകിസ്ഥാൻ കളിക്കാൻ സമ്മതിച്ചത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ക്രിക്കറ്റ് പ്രേമികൾക്ക് അതൊരു ആവേശമാണ്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്. ഗ്രൗണ്ടിലുള്ള വീറും വാശിയും അത് കളിയെ ഒന്നുകൂടെ ഉത്തേജിപ്പിക്കത്തേ ഉള്ളൂ. നമ്മൾ പല ഇന്ത്യ പാക് മത്സരങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതിനൊരു പ്രത്യേക ഒരു വൈര്യമാണ്, വീറുണ്ട്, വാശിയുണ്ട്. അപ്പോൾ ആ കളി മികവുകളും നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. എന്തായാലും വരും ദിവസങ്ങളിൽ വരുന്ന മത്സരങ്ങളെല്ലാം ആവേശം ആകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഓരോ ദിവസവും കളികൾ കാണാം. എന്തായാലും ഇന്ത്യ പാക് മത്സരങ്ങൾ കാണുവാനുള്ള ഒരു തീക്ഷ്ണതയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എന്നെ പോലെയുള്ള ഓരോ ക്രിക്കറ്റ് പ്രേമികളും. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ മത്സരങ്ങളെയും കുറിച്ച് നമുക്ക് കളികൾ വിലയിരുത്തി പോകാം. അപ്പം ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബൈ, താങ്ക് യു.